we already talked about many topics, but I think we haven't talked about the basic steps that we have to improve our fluency. Fluency is actually about every language, any language. ആ ഒരു ലാംഗ്വേജ് നമുക്ക് എത്ര നന്നായിട്ട് സംസാരിക്കാനും വായിക്കാനും എഴുതാനും അറിയുന്നു എന്നുള്ളതിൻ്റെ ഇതാണ് ഫ്ലുവൻസി എന്ന് പറയുന്നത്. സോ നമ്മൾ മലയാളം നമ്മൾ ജനിച്ചപ്പോൾ മുതൽ കേൾക്കുന്നതാണ് അല്ലെങ്കിൽ അറിയുന്നതാണ്. സോ വി നോ ഹൗ ടു സ്പീക്ക് ദാറ്റ് ലാംഗ്വേജ് ഫ്ലുവൻ്റ്ലി. ബട്ട് വാട്ട് അബൌട്ട് ഇംഗ്ലീഷ് ഓർ എനി അതർ ലാംഗ്വേജ്? ഹലോ ജോണി, ഗുഡ് മോർണിംഗ്. വാട്ട് അബൌട്ട് ഇംഗ്ലീഷ്, സ്പാനിഷ്, ജർമ്മൻ എക്സെട്ര? അതിന് ഒരു ലാംഗ്വേജിന് ഫ്ലുവൻസി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സാണ് ഇന്ന് നോക്കുന്നത്. ഓക്കെ, സോ വെൽക്കം ടു ദ സ്ലൈഡ്സ്. എൻഹാൻസിങ് ലാംഗ്വേജ് ഫ്ലുവൻസി. Subtitle: Effective Strategies for Improvement. How can we enhance our language fluency? And the importance of fluency, key components are speaking, listening, reading. How we speak fluently? നമ്മൾ എപ്പോഴും പറയുന്നത് സ്പീക്ക് ചെയ്യുമ്പോൾ യു ഹാവ് ടു സ്പീക്ക് ഫ്ലുവൻ്റ്ലി ഇൻ ഇംഗ്ലീഷ് എന്ന് പറയും. സോ വാട്ട് ഈസ് ദിസ് റീഡിങ് ആൻഡ് ലിസണിങ് ഫ്ലുവൻസി? ഗുഡ് മോർണിംഗ് ഷേർലി. ഈ റീഡിങ് ആൻഡ് ലിസണിങ് ഫ്ലുവൻസി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒഴുക്കിൽ വായിച്ചു പോകാൻ പറ്റുമോ, അതോ നമുക്ക് തപ്പിത്തടഞ്ഞ് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ? അതാണ് റീഡിങ്ങിൻ്റെ ഫ്ലുവൻസി. സോ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു ഞാൻ. ഇൻട്രൊഡക്ഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് ഫ്ലുവൻസി. അപ്പോൾ നമുക്ക് ആ വേർഡ്സ് കാണുമ്പോൾ ഒറ്റയടിക്ക് പ്രൊണൗൺസ് ചെയ്യാനോ അല്ലെങ്കിൽ വായിക്കാനോ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ വി ഡോണ്ട് നോ ഹൗ ടു റീഡ് ഫ്ലുവൻ്റ്ലി. ദെൻ ലിസണിങ്. ലിസണിങ് ഈസ് വെൻ നമ്മൾക്ക് ഒരാൾ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ, വെൻ ഐ എം സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് യു ആർ ഹിയറിംഗ് ദിസ്, ഇഫ് യു കനോട്ട് കോംപ്രിഹെൻഡ് the idea or you cannot comprehend what I am saying, then you don't have the listening fluency. Okay, so that's how we analyze our fluency in these three different sectors. So how to improve all these fluencies? First is reading fluency. How to improve our reading? So that is practice, practice and practice. We can only improve our reading through constant practice. So you have to at least take some 1 hour or minimum 30 minutes to improve your reading fluency. Reading aloud is the best method to improve your reading fluency. Like if you are listening to what you are reading, നമ്മൾ വായിക്കുന്നത് നമുക്ക് തന്നെ കേൾക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മളുടെ റീഡിങ് ഫ്ലുവൻസി ഇമ്പ്രൂവ് ചെയ്യത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമുക്ക് മനസ്സിൽ വായിച്ചു പോകാം. ഇഫ് യു ആർ റീഡിങ് ഇൻ യുവർ മൈൻഡ്, നമ്മൾ ചിലപ്പോൾ ചില വേർഡ്സ് മിസ് ചെയ്യും, ചിലപ്പോൾ ചില വേർഡ്സ് നമ്മൾ ഒമിറ്റ് ചെയ്യും. സോ ദാറ്റ്സ് ബിക്കോസ് അവർ ബ്രെയിൻ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നമ്മൾക്ക് അത്ര സ്പീഡിൽ നമ്മൾ വായിച്ചു പോകുമ്പോൾ നമ്മളുടെ ബ്രെയിനിന് അത് മനസ്സിലാവത്തില്ല. അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിനത് എനിക്കറിയാത്തൊരു വേർഡാണ്, ഐ ഡോണ്ട് നോ ദിസ് വേർഡ്, സോ ഐ എം ഒമിറ്റിംഗ് ദിസ്. Okay, so when you are reading in mind and you don't have the reading fluency, you won't get the full idea. Or അവിടെ എന്താണ് ഒരു ഫണ്ണി എലമെൻ്റ് ആയിരിക്കും. മേ ബി ദർ ഇസ് എ പൺ എന്ന് വെച്ചാൽ PUN, വേർഡ് പ്ലേ ആണ്. വേർഡ്സ് കൊണ്ട് നമ്മൾ പണ്ണുണ്ടാക്കാറുണ്ട്. സോ ഇറ്റ് വിൽ ബി എ ഫണ്ണി ഓർ എനി എലമെൻറ്റ്സ്. സോ അത് മനസ്സിലാക്കാൻ നമുക്ക് പാടുവരും ഇഫ് യു ആർ റീഡിങ് ഇൻ മൈൻഡ് ആൻഡ് യു ഡോണ്ട് ഹാവ് ദ റീഡിങ് ഫ്ലുവൻസി. സോ വൺ വേ ടു ടാക്കിൾ ദിസ് ഈസ് ടു practice reading aloud. When you are hearing what you are reading, you will be getting a little bit more എന്താ പ്രാക്ടീസ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾക്ക് ചില വേർഡ്സിൻ്റെ പ്രൊണൗൺസിയേഷൻ, ചില വേർഡ്സ് ഇങ്ങനെയാണോ വായിക്കേണ്ടത്, ചില സൗണ്ട്സ്. ഓക്കെ, സോ യു വിൽ ബി കൺഫ്യൂസ്ഡ് അബൌട്ട് ദാറ്റ്. ആൻഡ് വെൻ യു ട്രൈ ടു ലേൺ മോർ അബൌട്ട് ദാറ്റ്, അപ്പോഴാണ് നമ്മളുടെ റീഡിങ് ഫ്ലുവൻ്റ് ആയിട്ട് വരിക. ഓക്കെ, സോ ഇഫ് യു ഹാവ് എ ടീച്ചർ ടു ലിസൺ ടു ഹൗ യു ആർ റീഡിങ് അലൗഡ്, നമുക്ക് തന്നെത്താനെ മിക്കപ്പോഴും കറക്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ ദാറ്റ്സ് വെയർ ദ ടീച്ചർ കംസ് ഇൻ. ഒരു ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ നല്ലപോലെ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളുടെ അടുത്താണ് നമ്മൾ റീഡ് അലൗഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ചൂസ് ടെക്സ്റ്റ് അറ്റ് യുവർ പ്രൊഫഷൻസി ലെവൽ. മേ ബി നമുക്ക് കുറച്ച് പേർക്ക് റീഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടേ കാണത്തുള്ളൂ. യു വിൽ ബി ഹാവിങ് സം ഡിഫിക്കൽട്ടി വിത്ത് എ സർട്ടൻ കൈൻഡ്സ് ഓഫ് വേർഡ്സ്. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നമുക്കൊരു ഹയസ്റ്റ് ലെവലിൽ അത് കൊടുക്കാം. തീരെ വായിക്കാൻ അറിയില്ല, തീരെ പ്രൊണൗൺസിയേഷൻ അറിയില്ല, വേർഡ്സ് അറിയില്ല എന്നുള്ളവരാണെങ്കിൽ നമ്മൾ ഏറ്റവും ലോവസ്റ്റ് ലെവലുള്ള ഷോർട്ട് സ്റ്റോറീസ്, ഫണ്ണി സ്റ്റോറീസ്, ഫോക്ക് ടെയിൽസ്, ഫെയറി ടെയിൽസ് അങ്ങനെയൊക്കെ ആയിരിക്കും കൊടുക്കുക. ഓക്കെ, റീഡിങ് അലൗഡ് വിൽ ഹെൽപ്പ് അവർ പ്രൊണൗൺസിയേഷൻ ആൻഡ് റിതം. പ്രൊണൗൺസിയേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു വേർഡ് പ്രൊണൗൺസ് ചെയ്യുന്നതാണ് പ്രൊണൗൺസിയേഷൻ. ബട്ട് വാട്ട് അബൌട്ട് റിതം? റിതം എന്ന് പറഞ്ഞാൽ നമ്മളുടെ താളം, അതാണ് റിതം.
നമ്മൾ സംസാരിക്കുന്നതിനും വായിക്കുന്നതിനും താളമുണ്ടോ? മേ ബി നമ്മൾക്ക് മ്യൂസിക്കിൽ താളം കേട്ടിട്ടുണ്ട്, ഡാൻസിൽ കേട്ടിട്ടുണ്ട്, ബട്ട് ഇൻ റീഡിങ് ഓൾസോ ദർ വിൽ ബി എ റിതം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ റീഡിങ് അബൌട്ട് എ സ്റ്റോറി, ഒരു ഫണ്ണി സ്റ്റോറി ആയിരിക്കാം. ആ ഫണ്ണി സ്റ്റോറിയിൽ ഓരോരുത്തരുടെയും കോൺവെർസേഷനിൽ ദേ വിൽ ഹാവ് എ ടോൺ. അവരൊരു ടോണിലായിരിക്കും സംസാരിക്കുന്നത്. ഓ റിയലി സോ ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോൺ ആൻഡ് ദ റിതം. സോ ആ ടോണിലും ആ റിതത്തിലും കുറച്ച് മീനിങ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ അങ്ങനെ റീഡിങ് ചെയ്യാൻ അറിയാമെങ്കിലാണ് യു വിൽ ബി ഹാവിങ് ടോട്ടൽ റീഡിങ് ഫ്ലുവൻസി. നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു സ്റ്റോറി വായിക്കുന്നു, ആ സ്റ്റോറിയിലെ റിതം വിത്തൗട്ട് എനി മിസ്റ്റേക്സ്, ആ സ്റ്റോറിയുടെ ഫുൾ ഇമോഷൻസ്, അതിൻ്റെ എക്സ്പ്രഷൻസ് എല്ലാം നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ഹാവ് ഗുഡ് റീഡിങ് ഫ്ലുവൻസി. But if you don't have that, you have to practice reading aloud with a tutor who knows how to correct you. Okay. Then, conversational skills. നമ്മളുടെ സ്പീക്കിംഗ് ഫ്ലുവൻസി, സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺവെർസേഷൻസ് ആണ് ഏറ്റവും ബെറ്റർ. നമ്മൾ പറഞ്ഞു റീഡിങ്ങിലൂടെ വി വിൽ ഗെറ്റ് സം വൊക്കാബുലറീസ്, വി വിൽ ഓൾസോ ഗെറ്റ് റിതം, പ്രൊണൗൺസിയേഷൻ, അതെല്ലാം കിട്ടും. റീഡ് അലൗഡ് ചെയ്യുമ്പോൾ എല്ലാം കിട്ടും. ബട്ട് അതെല്ലാം ഒരു വൺ വേ കോൺവെർസേഷൻ പോലെയാണ്. വി ആർ നറേറ്റിംഗ് എ സ്റ്റോറി ടു സം വൺ. ബട്ട് ഇഫ് യു വാണ്ട് ടു ഇംപ്രൂവ് യുവർ കോൺവെർസേഷൻ സ്കിൽസ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതാണ്. ദാറ്റ് ഇസ് ദ കോൺവെർസേഷൻ. സോ ഇഫ് യു വാണ്ട് ടു ഇംപ്രൂവ് അവർ കോൺവെർസേഷൻ സ്കിൽസ്, യു ഹാവ് ടു സ്പീക്ക് വിത്ത് സംബഡി എൽസ്, ഓർ യു ക്യാൻ ഓൾസോ സ്പീക്ക് ഇൻ ദ മിറർ. ബട്ട് ദെൻ നിങ്ങളുടെ സെയിം പ്രൊഫഷൻസി ലെവലിലുള്ള ഒരാളുമായിട്ടായിരിക്കും നിങ്ങൾ സംസാരിക്കുക. സോ ഒരു എയ്തർ നിങ്ങളെക്കാളും ഹയർ ആയിട്ടുള്ളൊരു പ്രൊഫഷൻസി ലെവൽ, ഹയർ ആയിട്ടുള്ള സ്പീക്കിംഗ് ഫ്ലുവൻസി ഉള്ള ഒരാളുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. റെഗുലറായിട്ട് കോൺവേഴ്സ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒരു 30 minutes ഓർ 1 hour സെഷനിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവേഴ്സ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എൻ ഐഡിയ ഓഫ് ഹൗ ടു സ്പീക്ക് ഫ്ലുവൻ്റ്ലി. യു വിൽ ഗെറ്റ് എൻ ഐഡിയ ടു ഹൗ ടു എക്സ്പ്രസ് യുവർ ഇമോഷൻസ് ത്രൂ വേർഡ്സ്. നിങ്ങളുടെ വേർഡ്സിൽ ചിലപ്പോൾ ഒറ്റ സെൻറ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വേർഡ് ആയിരിക്കാം. സോ യു വാണ്ട് ടു ആസ്ക് ദം, ഓ ശരിക്കും അങ്ങനെ നടന്നോ? ശരിക്കും. അപ്പോൾ യു വിൽ ബി ലൈക്ക്, റിയലി? ഇസ് ഇറ്റ് ട്രൂ? ഓക്കെ. അപ്പോൾ യു വിൽ ബി ഹാവിങ് ദാറ്റ്. അവർ സംസാരിക്കുന്ന ടോൺ, അവരുടെ എക്സ്പ്രഷൻസ്, അവരുടെ പിച്ച്, അവരുടെ റിതം ഒക്കെ നമുക്കും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് വേ യു വിൽ ഹാവ് ഗുഡ് സ്പീക്കിംഗ് ഫ്ലുവൻസി. പിന്നെ ലാംഗ്വേജ് എക്സ്ചേഞ്ചിങ് ആപ്പ്. നമ്മൾക്കിപ്പോൾ ഓൺലൈനായിട്ട് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ ഓൺലൈനിൽ സൂമിൽ കയറാം, അല്ലെങ്കിൽ വാട്സാപ്പ് കോൾ ആയിരിക്കാം, എനിത്തിങ്. അങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എടുക്കാം. അല്ലെങ്കിൽ ലാംഗ്വേജ് എക്സ്ചേഞ്ചിങ് ആപ്പ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഡ്യുവോലിംഗോ കാണും. പക്ഷേ ഡ്യുവോലിംഗോയിലൊക്കെ നമുക്ക് തോന്നുന്നു ഒരുവിധം ഫ്ലുവൻസി ഉള്ളവർക്ക് മാത്രമേ അതങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റൂ. സോ അങ്ങനെയുള്ള ലാംഗ്വേജ് എക്സ്ചേഞ്ചിങ് ആപ്സ് ഉണ്ടാവും. പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേഷനിലും ഗൂഗിൾ പ്രൊണൗൺസിയേഷനിലും ഒക്കെ തന്നെ ഉണ്ടാവും. ഓക്കെ, so try to learn that way, conversation with another person. So we said about reading fluency, about the speaking fluency, and how we have to improve both these. Okay, next is listening skills. കേൾക്കുക എന്നുള്ള, കേട്ട് മനസ്സിലാക്കുക എന്നുള്ളത് യു ഹാവ് ടു, മേ ബി നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷ് ഫിലിം കാണുകയാണെന്ന് വെച്ചോ, വി ആർ വാച്ചിങ് ആൻ ഇംഗ്ലീഷ് ഫിലിം ആൻഡ് ദ സബ് ടൈറ്റിൽസ് ഈസ് ഓൺ. സബ് ടൈറ്റിൽ എപ്പോഴും ഓൺ ആയിട്ട് വെച്ചിട്ടായിരിക്കും കാണുക. സോ നമ്മൾ അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ വി വോണ്ട് ബി ഹിയറിങ് വാട്ട് ദേ സേ. അവർ പറയുന്ന എന്താ നമ്മൾ കേൾക്കത്തില്ല. വി വിൽ ജസ്റ്റ് റീഡ് ദ സബ് ടൈറ്റിൽസ് ആൻഡ് വി വിൽ സേ, ഓ യാ റൈറ്റ്, ദിസ് ഈസ് ഹാപ്പനിങ്. സോ പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഹലോ രമ്യ, ഗുഡ് മോർണിംഗ്. പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ദേ വിൽ റീഡ് ദ സബ് ടൈറ്റിൽ ആൻഡ് ദേ വുഡിൻറ്റ് ഹിയർ ദ കോൺവെർസേഷൻ. അപ്പോൾ സബ് ടൈറ്റിൽ ഓഫ് ആക്കിയിടുക. ഇഫ് യു ആർ വാച്ചിങ് എ മൂവി, turn off the subtitles and listen. Okay, then also there is other audios, podcast in Spotify also. പിന്നെ ഇംഗ്ലീഷ് സോങ്സ് കേൾക്കുന്നത്, അത് ഡെസിഫർ ചെയ്തെടുക്കുന്നത്, എവറിത്തിങ് ഈസ് ഗുഡ് ഫോർ യുവർ ലിസണിങ് സ്കിൽസ്. പിന്നെ ലിസണിങ് സ്കിൽസിലും ഇന്ത്യൻ ഇംഗ്ലീഷ് കേൾക്കാൻ നിൽക്കരുത്. യു ഷുഡിൻ ലിസൺ ടു ദ ഇന്ത്യൻ ഇംഗ്ലീഷ്. ലൈക്ക് ദർ വിൽ ബി സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് ഉണ്ടാവും. സോ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് മോസ്റ്റ്ലി ദേ യൂസ് ഇന്ത്യൻ സ്ലാങ് ഓഫ് ഇംഗ്ലീഷ്. They will be using a different kind of slang. Hello Sini, good morning. അപ്പോൾ അങ്ങനെയുള്ള എന്താ പറയുക, അങ്ങനെയുള്ളത് യൂസ് ചെയ്യാതെ നേറ്റീവായിട്ടുള്ളവർ, നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ ഇംഗ്ലീഷ് വി വോണ്ട് ബി അണ്ടർസ്റ്റാൻഡിങ് ഇൻ വൺ ഗോ, ബട്ട് യു ഹാവ് ടു ട്രൈ. You have to listen to it repeatedly until you get an idea about it. Okay.
സോ ഐ ടോൾഡ് യു ലൈക്ക് വി വിൽ ബി വാച്ചിങ് എ മൂവി. നല്ലപോലെ ഇംഗ്ലീഷ് അത്യാവശ്യം നല്ല ഫ്ലുവൻറ്റ് ഉള്ള ഒരാളാണെങ്കിൽ, സബ് ടൈറ്റിൽ ഓൺ ആണെങ്കിൽ, ദേ വിൽ ബി വാച്ചിങ് ഓൺലി ദ സബ് ടൈറ്റിൽസ് ഓർ ദേ വിൽ ബി റീഡിങ് ഓൺലി ദ സബ് ടൈറ്റിൽസ്. ബട്ട് അങ്ങനെ പോലും പറ്റാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും, അവരിത് നേരെ MX പ്ലെയറിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇട്ട് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലങ്ങ് കേൾക്കും. അത് ചെയ്യരുത് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. സോ ഫോർ ഇംഗ്ലീഷ് കറക്റ്റ് ട്രെയിനിങ് നമുക്ക് ആവശ്യമാണ്. ഫോർ ദ ലിസണിങ് നമുക്ക് പല രീതിയിൽ നമുക്ക് ട്രെയിൻ ചെയ്യാം. ഓക്കെ, സോ എങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ കേട്ട് ട്രെയിൻ ചെയ്യാം. പിന്നെ അത് അവരെന്താണ് പറയുന്നതെന്ന് ഒരു ഓഡിയോ നമ്മൾ പ്ലേ ചെയ്തു, അവരെന്താണ് പറഞ്ഞതെന്ന് നമ്മളൊന്ന് റിവൈൻഡ് എടുത്ത് നോക്കണം. നമുക്ക് ആ ഫുൾ വേർഡ്സ് കിട്ടിയോ? ഓക്കെ, നമുക്ക് അതിൻ്റെ എല്ലാ വേർഡ്സും അറിയാമോ? ഏത് രീതിയിലാണ് പ്രൊനൗൺസ് ചെയ്തത്? ഓക്കെ, അപ്പോൾ ലിസണിങ് സ്കിൽസിലൂടെ വെൻ വി ആർ ഇംപ്രൂവിങ് അവർ ലിസണിങ് സ്കിൽസ് വി വിൽ ഗെറ്റ് എ ചാൻസ് to improve our speaking skills also. If you are focused enough and you have good concentration, നമ്മൾക്ക് ഒരാൾ പറയുന്ന പ്രൊനൗൺസിയേഷൻ, അവരുടെ പറയുന്ന കാര്യങ്ങൾ we will get to know that. Okay, then you have to focus on the different accents and speed. For example, നല്ലപോലെ കേൾക്കാൻ പറ്റും, നല്ലപോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ we can provide them with high speed. ഇപ്പോൾ ഒരു നോർമലിലോ അല്ലെങ്കിൽ ഒരു 0.25 ഇതിൽ വെച്ചിട്ട് നമുക്ക് കേൾപ്പിക്കാൻ പറ്റും. പക്ഷേ തീരെ പ്രൊഫിഷ്യൻസി കുറഞ്ഞ ഒരാളാണെങ്കിൽ, തീരെ നമുക്ക് അറിയില്ല, ലിസൺ ചെയ്യാൻ അറിയില്ല എന്നുള്ള ഒരാളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഗിവ് ദം ലോ സ്പീഡ്, ഒരു സ്ലോ മോഷനിൽ പോകുന്ന ഒരു ഓഡിയോ കൊടുക്കാം, അല്ലെങ്കിൽ ഒരാൾ നറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറയാം. ഓക്കെ, സോ വി ആർ പ്രൊവൈഡിങ് ഓൾ ഓഫ് ദാറ്റ്. പല പ്രൊഫിഷ്യൻസിയിലുള്ള ആൾക്ക്, പല ഫ്ലുവൻ്റായിട്ട് ഇതിലുള്ള ആൾക്കാർക്ക് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആണ് കൊടുക്കുക ഓഡിയോസ്. സോ വി വിൽ ബി അനലൈസിങ് യുവർ ലിസണിങ് സ്കിൽസ് ആൻഡ് യുവർ സ്പീക്കിംഗ് സ്കിൽസ് ടുഗെദർ. സോ അക്കോർഡിംഗ് ടു യുവർ ഫ്ലുവൻസി ഓർ അക്കോർഡിംഗ് ടു യുവർ പ്രൊഫിഷ്യൻസി ഇൻ ഈച്ച് ഓഫ് ദിസ് വി വിൽ ബി പ്രൊവൈഡിങ് യു ഇൻ എ ക്ലാസ്. ഒരു ക്ലാസ്സിൽ മെറ്റീരിയൽസ്, ഇറ്റ് വിൽ ബി പേഴ്സണലൈസ്ഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ബിക്കോസ് എവ്രിബഡി ഹാസ് ഡിഫറെൻറ്റ് സ്പീഡ് ഇൻ ലേണിംഗ്. ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും അവർക്ക് പറയാനോ, അല്ലെങ്കിൽ അവർക്ക് കേൾക്കുന്നതിൽ ചിലർക്ക് പെട്ടെന്ന് കേട്ട് മനസ്സിലാക്കുന്നവരുണ്ട്, റീഡ് ചെയ്യാൻ അറിയുന്നവരുണ്ട്, പക്ഷെ അവർക്ക് പറയാനും സംസാരിക്കാനും അറിയില്ല, കേട്ടാലും ബുദ്ധിമുട്ടാണ്. ബട്ട് ദേ നോ ഹൗ ടു റീഡ് വെൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വി ഹാവ് ടു പ്രൊവൈഡ് ദം വിത്ത് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. ഓരോരുത്തർക്കും പല രീതിയിലായിരിക്കും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. സോ ലിസണിങ്ങിന് ഓഡിയോസ് പ്ലേ ചെയ്യാം, നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കാം. ഓൾസോ ലിസണിങ് OET IELTS പോലെയുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ കൊടുക്കാം. ഓക്കെ, ദെൻ റീഡിങ്ങിന് ഷോർട്ട് സ്റ്റോറീസ് കൊടുക്കാം, ഫോക്ക് ടെയിൽസ് കൊടുക്കാം. ആൻഡ് ഓൾസോ വി ക്യാൻ പ്രൊവൈഡ് ദം വിത്ത് essays, articles, etc. That's according to our proficiency level. Okay, so in all these reading, listening and speaking, we need a partner. So we cannot improve this fluency all by ourselves in the home. നമുക്ക് വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെങ്കിലും വി നീഡ് ടു ഹാവ് എ പാർട്ട്ണർ. ഓക്കെ, വി നീഡ് ടു ഹാവ് ഒരു എയ്തർ ഒരു AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ആപ്പായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെബ്സൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ആരുടെ അടുത്തെങ്കിലും പോകുന്നുണ്ടായിരിക്കാം. ബട്ട് സ്റ്റിൽ വി നീഡ് എ പാർട്ട്ണർ. Okay, so otherwise what will happen is we will be stuck in our proficiency level. നമ്മളുടെ പ്രൊഫിഷ്യൻസി ലെവൽ വിട്ട് നമ്മൾ എങ്ങോട്ടും പോത്തില്ല. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. സോ നമ്മളുടെ പ്രൊഫിഷ്യൻസി ലെവൽ അതിനും അപ്പുറമാവണമെങ്കിൽ വി ഹാവ് ടു സ്പീക്ക് വിത്ത് ഓർ വി ഹാവ് ടു ഹാവ് എ പാർട്ട്ണർ ഹൂ ഈസ് എക്സലൻറ്റ് ഓർ ഹൂ ഈസ് ഹയർ ദാൻ അവർ പ്രൊഫിഷ്യൻസി ലെവൽ. സോ നമ്മളുടെ ലാംഗ്വേജ് ഇതിനനുസരിച്ചുള്ള പാർട്ട്നേഴ്സിനെ കണ്ടുപിടിക്കുന്നത് ദാറ്റ് ഈസ് റിയലി ഹാർഡ്. സോ യു ഹാവ് ടു ട്രൈ ആൻഡ് ഫൈൻഡ് ഔട്ട് സം വൺ ഹൂ ഈസ് ഓഫ് ഹയർ പ്രൊഫിഷ്യൻസി ദാൻ യുവർ സെൽഫ്. ഓക്കെ, ദെൻ നമ്മൾ റീഡിങ്ങിൻ്റെ ഫ്ലുവൻസി പറഞ്ഞു. യു ഹാവ് ടു റീഡ് അലൗഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ആക്സെൻറ്റ്സ്, ദ എക്സ്പ്രഷൻസ്, ദ ടോൺ, പിച്ച്, എക്സെട്ര. സ്പീക്കിംഗ് പറഞ്ഞു. സ്പീക്കിങ്ങിന് യു നീഡ് ടു ഹാവ് എ പാർട്ട്ണർ ആൻഡ് യു നീഡ് ടു ഹാവ് two-side conversations, not just a one-side monologue. You have to have dialogues between the partners and you. And then listening പറഞ്ഞു. ലിസണിങ്ങിനകത്ത് you have to listen to different kind of audios and you have to understand your own proficiency level. Okay, then നമ്മൾ എന്താണ് പറഞ്ഞത്, ലാംഗ്വേജ് പാർട്ട്ണർ. ഇതിനെല്ലാത്തിനും ലിസണിങ് ചെയ്യുമ്പോൾ either if you have a partner or if you have a competitor, you will be improving yourself. എപ്പോഴും അവരെക്കാളൊന്നും മുന്നിൽ വരണം. ദാറ്റ്സ് ഹ്യൂമൻ നേച്ചർ.
സോ അതുപോലെ തന്നെ റീഡിങ്ങിൽ നമ്മൾ റീഡ് അലൗഡ് ചെയ്യുവാണ്. സോ യു വിൽ ഹാവ് എ പാർട്ട്ണർ ടു റീഡ് അലൗഡ് വിത്ത്. ഒരു പാരഗ്രാഫ് നിങ്ങൾ വായിച്ചു, സെക്കൻഡ് പാരഗ്രാഫ് അടുത്ത ആൾ വായിക്കുന്നു. ഓക്കെ, സോ യു ആർ ഗെറ്റിംഗ് ഒരു അഡ്വാൻറ്റേജ് കിട്ടും. ലൈക്ക് നമ്മൾ ഒരാളുടെ കൂടെ ട്രെയിൻ ചെയ്യുമ്പോൾ അയാളുടെ പ്രൊഫഷൻസി ലെവൽ നമ്മളിലേക്ക് എത്തും. വി വിൽ ഗെറ്റ് ടു എക്സ്ചേഞ്ച് അവർ നോളജ്, നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഇറ്റ് വിൽ ഇൻക്രീസ്. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് തിങ്, ഇതെല്ലാം നമ്മൾ ചെയ്തു. ബട്ട് ഇഫ് യു ആർ ഓൺലി ഡൂയിങ് ദിസ് ഫോർ എ വീക്ക്, ഓക്കെ, ഒരു വീക്കും വേണ്ട, ഇഫ് യു ആർ ജസ്റ്റ് ഡൂയിങ് ദിസ്, ഒരു ദിവസം ചെയ്തു, രണ്ടാമത്തെ ദിവസം ചെയ്തു, ആൻഡ് യു ജസ്റ്റ് ഗോട്ട് ബോർഡ്, മതി, സമാധാനം, ഇനി ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു ഇതിൽ വന്ന് മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് വർക്ക്. യു ഹാവ് ടു പ്രാക്ടീസ് ഡെയിലി ടു എ സർട്ടൻ എമൗണ്ട് ഓഫ് ടൈം. ഇപ്പോൾ ആദ്യത്തെ ദിവസം 2 മണിക്കൂർ ചെയ്തു, രണ്ടാമത്തെ ദിവസം 1 മണിക്കൂർ, പിന്നെ മൂന്നാമത്തെ ദിവസം 30 മിനിറ്റ്, അങ്ങനെ കുറച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാലും ഇറ്റ് വോണ്ട് വർക്ക്. ഓക്കെ, സോ ഒരു ദിവസം 1 മണിക്കൂറാണെങ്കിൽ 1 അവർ മാത്രമേ ട്രെയിൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഫൈൻ, 1 അവർ ട്രെയിൻ ചെയ്തു. പിന്നെ ഓൾട്ടർനേറ്റീവായിട്ട് എടുക്കാം. ഫസ്റ്റ് ഡേ റീഡിംഗ് എടുത്തു, സെക്കൻഡ് ഡേ ലിസണിങ് എടുക്കാം, തേർഡ് ഡേ നമുക്ക് സ്പീക്കിങ്ങിൽ പോകാം, ദെൻ അഗെയിൻ റീഡിംഗ് ലിസണിങ് സ്പീക്കിംഗ്. സോ അക്കോർഡിംഗ് ടു ദാറ്റ് യു ക്യാൻ ട്രെയിൻ യുവർ സെൽഫ്. ദാറ്റ് ഈസ് വൈ കൺസിസ്റ്റൻസി ഈസ് ദ കീ. If you don't practice enough, or if you don't go to the classes daily, or if you forget to practice one day, all that അത്രയും നാളുള്ള ഗെയിൻസ് ഇറ്റ് വിൽ ബി ലോസ്റ്റ്. നമ്മൾ ജിമ്മിൽ പോകുമ്പോഴും സെയിം തന്നെയാണ്. ആദ്യത്തെ ഒരാഴ്ച കറക്റ്റായിട്ട് പോവും. ദെൻ ഫ്രം ദ നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് നമ്മൾ കുറച്ച് ഗെയിനൊക്കെ കണ്ടുവരുമ്പോഴത്തേക്ക് വി വിൽ സ്ലാക്ക് ഓഫ്. ഓക്കെ, ഫൈൻ, ഇനി കുറച്ച് ലാഗ് അടിച്ചാലും കുഴപ്പമില്ല, ഐ ക്യാൻ സ്ലാക്ക് ഓഫ്, ഐ ഗോട്ട് മൈ ഡ്രീം ബോഡി, നൗ ഐ ക്യാൻ സ്ലാക്ക് ഓഫ്. But what will happen is, if we stop doing our training daily, it will affect our body. It will affect our body adversely, and there will be a huge problem. Okay, so what we have to do is, you have to do constant practice. Even if it is for 1 hour or 30 minutes a day, you have to practice daily. That's why the consistency is the key. So I think we can go through all our things again. So first of all, I told you there is speaking, listening and reading. Fluency is not just about speaking, it is about understanding when you are hearing something, and also getting the whole idea when you are reading something. Okay, when you can decipher the idea, expressions, emotions from a good afternoon, from a paragraph, or from an article, or from a story, you will have reading fluency. If you can listen to somebody saying something and understand it completely, you have listening fluency. And speaking is when you can read or you can speak to someone else without stammering, without any pauses. That is speaking fluency. First one is reading fluency. Reading, നമുക്കറിയാം, നമ്മൾ നോക്കി വായിക്കുന്നത്. റീഡിങ് ക്യാൻ ഓൺലി ബി ഇംപ്രൂവ്ഡ് ബൈ യുവർ സെൽഫ്. നമ്മൾ റീഡ് അലൗഡ് ചെയ്യണം. Do not read in mind, but read aloud with a partner or with a teacher. So if you are reading aloud with a teacher and with a partner, they will correct you. When you miss a word, or when you mispronounce a word, they know how to correct you. So that way you can improve your reading fluency. So you have to choose your own proficiency level. Like maybe your teacher can do that, to understand and to analyze your proficiency level and know how you can do it. Okay, so you have to choose either between the simple stories and to the articles and essays until the last. So article and essay, okay, it is for the highest proficiency level ones. For the folk tales and simple stories are for the lowest ones. Then is the conversational skills. What is the conversational skills? Conversation എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബിറ്റ്വീൻ 2 people. 2 പേർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. നോട്ട് എ മോണോലോഗ്. ഗുഡ് മോർണിംഗ് രാജേഷ്. മോണോലോഗ് അല്ല. മോണോലോഗ് എന്ന് പറയുമ്പോൾ ഒരാൾ തന്നെ ഇരുന്ന് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ വെൻ ദേ ആർ ഗിവിങ് എ സ്പീച്ച്, അതാണ് ഒരു മോണോലോഗ്. ബട്ട് യു ഹാവ് ടു സ്പീക്ക് വിത്ത് സമ്മൺ ആൻഡ് ദേ ഹാവ് ടു സ്പീക്ക് ടു യു. ഓക്കെ, ദാറ്റ് ഷുഡ് ബി എ ഡയലോഗ് ബിറ്റ്വീൻ 2 people, ആൻ എക്സ്ചേഞ്ച് ഓഫ് സ്പീച്ചസ്. ഓക്കെ, then അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, either you can have a teacher to speak with, or you can have a partner. If you are in a class and there are a lot of students, you can choose a partner
who is of higher proficiency than you and learn from them. You can talk to them for some time and you will understand how to speak fluently. Okay, not just in one day. It might take months, but it will be improved. Okay. Then using language apps like maybe Duolingo. I don't know more about the language apps, but there are also some websites that provide you with these conversations that artificial intelligence will speak to you and you can speak to them. Okay. Then listening skills. Listening is really important in English fluency because we can talk to them however we want. നമുക്കൊരു കുറച്ചൊക്കെ അറിയാമെങ്കിൽ നമുക്ക് പറയാനുള്ള എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാം. ബട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ആർ സേയിങ്. നമ്മൾക്ക് അവരിങ്ങോട്ട് പറയുന്നത് എന്താണെന്ന് ഒറ്റ സ്ട്രെച്ചിന് മനസ്സിലായില്ലെങ്കിൽ വി വിൽ ബി telling them, can you repeat it, can you repeat it, can you repeat it, and they will be bored. How many times can one repeat themselves? So listening is really important in English fluency, not only in English, in any languages. So you have to improve the listening fluency more than anything else. Okay. So this listening fluency can be improved by playing audios, podcast, and also speaking to the native speakers, then watching films. Okay, watching films is really better because you will get a lot of vocabularies that are used in daily life. Daily life il nammal use cheyna vocabularies kittan it is very easy through films. Okay, so films watch cheyumbo watch like contemporary movies okke watch cheya. Historical alla, there will be Chronicles of Narnia undu, Harry Potter undu, then there's so many movies. പക്ഷേ ഒരു കണ്ടംപററി മൂവീസ് അല്ലെങ്കിൽ കണ്ടംപററി സീരീസ് ഒക്കെ കാണുക. സോ ദാറ്റ് വിൽ ഇംപ്രൂവ് യുവർ വൊക്കാബുലറി ഓൾസോ. ഡെയിലി ലൈഫ് വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ ഇറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ. സോ ഇതിനകത്ത് ഇഫ് യു ആർ വാച്ചിങ് എ മൂവി, റിമെമ്പർ ടു ടേൺ ഓഫ് ദ സബ്ടൈറ്റിൽസ്. ടേൺ ഓഫ് ദ സബ്ടൈറ്റിൽസ് കംപ്ലീറ്റ്ലി ആൻഡ് ലിസൺ ഓൺലി ടു ദ ഓഡിയോ. ഇഫ് യു ആർ നോട്ട് ഫ്ലുവൻറ്റ്, നമുക്കത് പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവുന്നില്ലെങ്കിൽ ട്രൈ ടു പ്ലേ ദ മൂവി ഇൻ എ സ്ലോ മോഷൻ. നമുക്ക് സ്പീഡ് കുറച്ചിടാമല്ലോ. യു ക്യാൻ മേ ബി പ്ലേ ഇറ്റ് ഇൻ 0.25 ഓർ 0.75. ഇതിനകത്തെങ്കിലും ഇട്ടിട്ട് സ്പീഡ് കുറച്ച് കേൾക്കുക. ദെൻ യു ക്യാൻ ഇംപ്രൂവ് യുവർ ലിസണിങ് കോംപ്രിഹെൻഷൻ. നെക്സ്റ്റ് ഈസ് ഇൻ ഇംഗ്ലീഷ് പ്ലീസ്. ഡു യു വാണ്ട് മീ ടു റിപ്പീറ്റ് ദാറ്റ് അഗെയിൻ ഇൻ ഇംഗ്ലീഷ്? Okay, so I was saying that you have to watch English films by turning off the subtitles in order to, good morning legend, in order to understand in order to improve your listening comprehension. Okay, so I was saying that if you want to improve your English comprehension by watching movies, either you can play the movie in a slow speed by in 0.25 or in 0.75. There are apps that will allow you to play the movie or the video in a slow motion. Okay, so try to play that in slow motion and try to understand that. Slowly your listening comprehension will improve and then you can play it in the next speed. Okay, do not listen to that in the slow speed always. Listen to that by slowly increasing the speed. And one day you will be able to listen and understand the conversation or the dialogues in normal speed. Until then, practice and practice. Okay. Then I was saying about the importance of language exchange partners. Language exchange partners can either be a teacher or your partner or your classmate. You can be a classmate or your teacher. Okay. So you have to exchange conversation with them, train with them regularly. So if you have a partner, then do not stick to that partner itself. ഒരാൾ മാത്രമുള്ളെങ്കിൽ if you only have one partner, do not stick to them until the end. Try to change the partners. നമ്മൾ ഒരാളെ മാത്രം പിടിച്ചുകൊണ്ടിരിക്കാതെ എല്ലാവരിലൂടെയും മനസ്സിലാക്കാൻ ശ്രമിക്കണം. എല്ലാവരുടെ അടുത്തും നമ്മൾ കോൺവെർസേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവുക. Okay, so try to get new partners every week. എല്ലാ ദിവസവും if we are getting a new partners, then we will be able to understand more about others' accent, അവരുടെ slang, അവരുടെ language. Okay, so we will be able to listen more, കുറച്ചുകൂടി നന്നായിട്ട് ലിസൺ ചെയ്യാൻ പറ്റും. അതുപോലെ പലരോട് സംസാരിക്കുമ്പോൾ we will get new ideas, new knowledge, etc. Okay, so that's the importance of language exchange partners, because to improve your fluency,
you need to have a partner. നമുക്കൊരിക്കലും നമ്മളുടെ ഫ്ലുവൻസി സ്പീക്കിങ്ങും ലിസണിങ്ങും അതുപോലെ റീഡിങ് സ്പീക്കിംഗ് എസ്പെഷ്യലി നമ്മൾക്ക് ഒരാൾക്ക് തന്നെത്താനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല സ്പീക്കിംഗ്. സോ യു നീഡ് ടു ഹാവ് എ പാർട്ട്ണർ, either a teacher or a partner. Okay, so that was the importance of language exchange partners. You need to have a partner who has a higher proficiency in English than you. Okay, then you can speak with them regularly. Oru partner, not only one partner, you have to change partners every time that you speak. Not I'm saying every time, maybe you can rotate between these partners and these apps. The one drawback of using the app or artificial intelligence is you will be hearing these monotonous expressionless conversations. ഒരു എക്സ്പ്രഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ദേ വോണ്ട് ബി ഹാവിങ് ഇമോഷൻസ്. അവർക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും ആപ്പിനും ഇമോഷൻസ് ഉണ്ടാവില്ല. സോ വി വിൽ ബി ജസ്റ്റ് ഹിയറിങ് സം ഓഡിയോ. ഒരു ഓഡിയോ എങ്ങനെയാണോ കേൾക്കുന്നത് അതുപോലെ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. സോ ദാറ്റ് ഈസ് വൈ ഐ എം സേയിങ് ദ യു നീഡ് ടു ഹാവ് എ പാർട്ട്ണർ. ഒരു ടീച്ചർ ആവാം, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ആവാം, എനി വൺ. But listening to this AI is good for improving vocabulary, but to improve your daily life conversation, to improve your daily life fluency, you need to have a partner. Okay, so then the consistency is the key. I always say that if you need to improve something, you have to practice, practice and practice until you are a master of that. Okay, there is no shortcuts, there is no easy ways. You have to practice until you are perfect. Good afternoon. Okay, so that's all about our today's live. Do you have any questions, anybody? Okay, I think no. Then thank you.